ഹലോ, എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ SCERTയിലെ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ആ ലെസൺ. അപ്പോൾ ലെൻസസിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഒരു ഇമേജ് കാണാൻ പറ്റും. ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു ചിത്രമാണ്. ഒരു വയസ്സായിട്ടുള്ള ഒരു അപ്പാപ്പൻ ഒരു ലെൻസ് പോലത്തെ സംഭവം ഉപയോഗിച്ചിട്ട്, അല്ലേ, ഒരു ഗ്ലാസ് പോലത്തെ സംഭവം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, പത്രത്തിലുള്ള കാര്യങ്ങൾ കാണാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ലെൻസിന്റെ ഉള്ളിൽ നോക്കിയാൽ കാണും, പത്രത്തിലുള്ള ബാക്കി ലെറ്റേഴ്സ് ഒന്നും നമുക്ക് അത്ര വലുതായിട്ട് കാണുന്നില്ല. പക്ഷെ ആ ലെൻസിന്റെ ഉള്ളിൽ കൂടെ കാണുന്ന ലെറ്റേഴ്സ് നല്ല വലിയ സൈസിലാണ് കാണാൻ പറ്റുന്നത്, അല്ലേ. അപ്പൊ എന്താണ് ആ ലെൻസ് എന്ന് പറയുന്നത്? ആ ആളെ വായിക്കാൻ സഹായിക്കുന്നുണ്ട്, അതിന്റെ വലുപ്പം കൂട്ടിയിട്ട് വായിക്കാൻ സഹായിക്കുന്നുണ്ട്, അല്ലേ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ലെൻസസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടെ ലെൻസസിന്റെ ഒരു പ്രോപ്പർട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു പിക്ചർ, ഈ ഒരു എക്സ്പെരിമെന്റ് പോലെ കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് പിക്ചറിൽ കാണാം, ദർ ഇസ് എ പ്ലെയിൻ ഗ്ലാസ്. ഈ പ്ലെയിൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സൂര്യന്റെ പ്രകാശത്തിനെ അല്ലെങ്കിൽ സൺലൈറ്റിനെ എന്ത് ചെയ്യാണ്, ആ ഗ്ലാസ്സിൽ കൂടെ ആ പേപ്പറിലേക്ക് ഇല്ലുമിനേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, പേപ്പറിലേക്ക് പതിപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഗ്ലാസ്സിനെ മേലേക്കും താഴേക്കും ഒക്കെ പൊന്തിച്ചും താഴ്ത്തിയൊക്കെ നോക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ പേപ്പറിൽ ഫോൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പേപ്പറിൽ വീണിട്ടുള്ള ആ സൺലൈറ്റിന്റെ ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഒബ്സർവ് ചെയ്യുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ പേപ്പറിൽ നമ്മൾ കാണുന്ന ആ സൺലൈറ്റിന്റെ ഇലുമിനേറ്റഡ് ഏരിയയ്ക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഗ്ലാസ് പൊന്തിക്കുമ്പോഴും താഴ്ത്തുമ്പോഴും ഒബ്സർവ് ചെയ്തില്ല. രണ്ടാമത്തെ കേസിൽ നമ്മളൊരു ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ലെൻസിനെ യൂസ് ചെയ്തിട്ട് സൺലൈറ്റിനെ പേപ്പറിലേക്ക് പതിപ്പിക്കുകയാണ്. ലെൻസിന്റെ ഹൈറ്റ് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാണ്, സിമിലർ ടു വാട്ട് വി ഹാവ് ഡൺ ഇൻ ദ ഗ്ലാസ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ പൊന്തിക്കുകയും താഴത്തേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തുമ്പം ഈ നമ്മളുടെ പേപ്പറിൽ ഒരു സ്പോട്ടായിട്ട്, ഒരു പോയിന്റ് ആയിട്ട് ആര് മാറും? നമ്മുടെ സൺലൈറ്റ് മാറും. മറ്റേതൊരു ഏരിയയിൽ ഇലുമിനേറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. ഇവിടെ എന്താണ്, ഈ ലെൻസിനെ നമ്മൾ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് സ്പോട്ടായിട്ട് എന്ത് മാറും? സൺലൈറ്റ് മാറും. അത് കഴിഞ്ഞ് കുറച്ചു നേരം നമ്മൾ അങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ്, ആ സ്പോട്ടായ ലെങ്ത്തിൽ തന്നെ ലെൻസിനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് കത്തുന്നതായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം സൺലൈറ്റ് ഒരു കുഞ്ഞ് ഏരിയയിൽ ഒത്തിരി നേരം ഫോക്കസ് ചെയ്യിപ്പിച്ചു, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവിടെ ഫോക്കസ് ചെയ്യിപ്പിച്ചപ്പം അത് എന്ത് ചെയ്തു? കത്തി. സൺലൈറ്റ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? അവിടെ കത്തി. അതാണ് ലെൻസിന്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോ രണ്ട് തരത്തിലുള്ള സ്പെറിക്കൽ ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇമേജിൽ കാണാൻ പറ്റുന്നത് കോൺവെക്സ് ലെൻസിനെയാണ്. ഈ കോൺവെക്സ് ലെൻസ് എങ്ങനെയായിരിക്കുന്നത്? അതിന്റെ ഇതിന്റെ ഏരിയ എങ്ങനെയാണ്? രണ്ട് സർഫസുകൾ ഉണ്ടല്ലേ. ഇവിടെ ഒരു സർഫസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ അടുത്ത സർഫസ് ഉണ്ട്, സർഫസ് 1 സർഫസ് 2. ആ രണ്ടും ഉള്ളിലേക്ക് ഉന്തിയാണോ ഇരിക്കണേ? അല്ല, രണ്ടും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. അവരുടെ കേർവ്ഡ് ആയിട്ടുള്ള വളഞ്ഞിട്ടുള്ള ആ സർഫസുകൾ പുറത്തേക്ക് ബൾജ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കറക്റ്റ് അല്ലേ? പുറത്തേക്ക് ബൾജ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് പറയാൻ പറ്റും, ഈ രണ്ട് ലെൻസിന്റെ സർഫസുകൾ ഞാനിപ്പോ ഈ ഫസ്റ്റ് നമ്പർ 1 സർഫസിന് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഞാനൊരു സ്പിയർ പോലെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. യെസ് അല്ലേ? ഇനി ഇപ്പോഴത്തെ സർഫസ് ഞാൻ സെയിം 2 സർഫസിന് ഞാൻ ഇങ്ങോട്ടൊരു സ്പിയർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെയും എനിക്കൊരു സ്പിയർ കിട്ടുന്നുണ്ട്. ഈ ലെൻസിന്റെ രണ്ട് സർഫസുകളും ദേ ആർ പാർട്ട് ഓഫ് 2 സ്പിയേഴ്സ്. ലെൻസിന്റെ രണ്ട് സർഫസുകളും എന്താണ്? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പിയേഴ്സിന്റെ പാർട്ടാണ്. ഓക്കെ, ദേ ആർ പാർട്ട് ഓഫ് 2 സ്പിയേഴ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിന്റെ പ്രോപ്പർട്ടീസ് കാണാം. എന്താണ്? ദേ ആർ തിക്കർ ഇൻ ദ മിഡിൽ. കറക്റ്റ് അല്ലേ? ഈ മിഡിൽ പോർഷനിൽ എന്താണ്? അവർ തിക്കറാണ്. സൈഡുകളിൽ നോക്കി നോക്കുക നിങ്ങൾ, അത്ര തിക്നെസ് ഇല്ല. പക്ഷെ മിഡിലിൽ എന്താണ്? ദേ ആർ വെരി തിക്കർ, അല്ലേ? കൺവേർജസ് ലൈറ്റ് റേസ് ഇവരുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇവർ എന്ത് ചെയ്യും? ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യും. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഈ എക്സ്പെരിമെന്റിൽ ഇത് എന്താ ചെയ്യുന്നത്? സണ്ണിൽ നിന്ന് വന്നിട്ടുള്ള ലൈറ്റ് റേസിനെ മുഴുവനും ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലേ? എല്ലാവരെയും കൂടെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിച്ച് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യിപ്പിക്കുകയാണ്, കൺവേർജ് ചെയ്യിപ്പിക്കുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്, അല്ലേ അവിടെ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഏത് ലെൻസ് ആയിരിക്കും? ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? കൺവേർജസ് ലൈറ്റ് റേസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദേ ആർ തിക്കർ ഇൻ ദ മിഡിൽ. അതുപോലെ തന്നെ ലൈറ്റ് റേസിനെ ഒക്കെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ ക്യാൻ ബേൺ എ പീസ് ഓഫ് പേപ്പർ.
ഒരു പേപ്പറിനെ കത്തിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടു എക്സ്പെരിമെന്റിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ലെൻസിനെ വെച്ച് ലൈറ്റ് റേസ് ഒരു പോയിന്റ് പോലെയായി പേപ്പറിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ് ആയിട്ടും ആ പേപ്പർ കത്തും അല്ലെ. അപ്പോ ക്യാൻ ബേൺ എ പീസ് ഓഫ് പേപ്പർ ഫോക്കസസ് ലൈറ്റ് ടു എ പോയിന്റ് അല്ലെ. ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ലൈറ്റിനെ ഫോക്കസ് ചെയ്യാണ്. ഇനി ലൈറ്റ് അപ്പിയേഴ്സ് ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെൻ മൂവ്ഡ്. ഇനി ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ ഇതൊരു റീഡിംഗ് ലെൻസ് പോലെ ഇങ്ങനെ ഒരു ലെറ്റർ ഉള്ള ഒരു സംഭവത്തിൽ വെച്ച് നമ്മൾ ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കാം. നമ്മൾ ലെൻസിനെ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ലെറ്റേഴ്സ് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ലെൻസിനെ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് സംഭവിക്കുന്നുണ്ടാവുക? ലെറ്റേഴ്സ് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് ലെൻസ് ആണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും തിക്കർ അറ്റ് എഡ്ജസിലാണ് എന്ത് തിക്നെസ് കൂടുതൽ, സെന്ററിലല്ല അല്ലെ. സെന്ററിൽ എങ്ങനെയാണ്? സെന്ററിൽ കുറച്ചും കൂടെ തിന്നാണ്. അപ്പൊ തിക്കർ അറ്റ് എഡ്ജസ്, ഇതാണ് എഡ്ജസ് എന്ന് പറയുന്നത് അല്ലെ, അരിവശം. അപ്പോൾ എഡ്ജസ് അറ്റങ്ങളിലാണ് തിക്കർ ആയിട്ടിരിക്കുന്നത്, സെന്ററിലല്ല. ഡൈവേർജസ് ലൈറ്റ് റേസിനെ എന്താ ചെയ്യുന്നത്? ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പല സ്ഥലത്തേക്കും ചിന്നിച്ചെതറിക്കുകയാണ്, അല്ലാണ്ട് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. കനോട്ട് ബേൺ എ പീസ് ഓഫ് പേപ്പർ. ഒരു പേപ്പറിനെ കത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കനോട്ട് ബേൺ എ പീസ് ഓഫ് പേപ്പർ. കാരണം എന്താണ്? ഇവർ ഡൈവേർജ് ചെയ്ത് പോവാണ്, നമുക്കൊരു പോയിന്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ്? അവരെ നമുക്ക് പേപ്പറിനെ കത്തിക്കാനും പറ്റില്ല. ഇനി ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ വെൻ മൂവ്ഡ്. ഇനി ലെറ്റേഴ്സ് എങ്ങനെയാ? ലെറ്റേഴ്സ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ലെൻസിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ആ സെയിം ഡയറക്ഷനിൽ തന്നെ ലെറ്റേഴ്സും മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടെ സിംപിളർ ആയിരിക്കുവേ. ഇനി ലെൻസ് എന്ന് പറയുന്നത്, ലെൻസ് ഇസ് എ ട്രാൻസ്പെറന്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്ടിങ് സർഫസ് ഇസ് എ പാർട്ട് ഓഫ് സ്ഫിയർ. അതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. ഇപ്പൊ ഇത് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇതിന് ഞാൻ രണ്ട് സർഫസ്, ഓക്കെ, സർഫസ് 2, സർഫസ് 1, ഈ രണ്ട് സർഫസുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു സ്ഫിയർ കിട്ടി. ഇനി ഇപ്പുറത്തെ ഈ സർഫസിനെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലോ ഇവിടെയും എനിക്കൊരു സ്ഫിയർ കിട്ടും. അപ്പോൾ രണ്ട് സർഫസ് എന്ന് പറയുന്നത് രണ്ട് സ്ഫിയേഴ്സിന്റെ പാർട്ടാണ്. അതിന്റെ റിഫ്രാക്ടിങ് സർഫസസ് എന്ന് പറയുന്നത് ദേ ആർ പാർട്ട് ഓഫ് സ്പിയേഴ്സിന്റെ ഭാഗമാണ്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെൻസിന്റെ ഈ മിഡിൽ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും അതിന്റെ ഒപ്റ്റിക് സെന്റർ, കോൺകേവ് ആണെങ്കിൽ അതെന്താണ്? അതിന്റെ ആ സെന്റർ പോയിന്റ് അല്ലെങ്കിൽ മിഡ് പോയിന്റിനെയാണ് നമ്മൾ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഇനി സെന്റേഴ്സ് ഓഫ് കർവേച്ചേഴ്സ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, സെന്റേഴ്സ് ഓഫ് കർവേച്ചർ അത് പ്ലൂറൽ ആണല്ലേ. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു രണ്ട് റിഫ്രാക്ടിങ് സർഫസുകൾ ഉണ്ട്. ഈ രണ്ട് റിഫ്രാക്ടിങ് സർഫസസും രണ്ട് സ്പിയേഴ്സിന്റെ പാർട്ടാണ്. ആ രണ്ട് സ്പിയേഴ്സിനും എന്തുണ്ടാവും? ഇവിടെ ഒരു സെന്റർ ഉണ്ട്, ഇപ്പുറത്തെ ഒരു സെന്റർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ സ്പിയറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെയും ഈ സർഫസ് മറ്റൊരു സ്പിയറിന്റെ പാർട്ടാണ്. അപ്പൊ ഇവിടെയും ഒരു സെന്റർ ഉണ്ടാവും, ഇവിടെയും ഒരു സെന്റർ ഉണ്ടാവും. C1 or this is C1, this is C2. അപ്പൊ എന്താണ്? അവർ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പിയേഴ്സിന്റെ പാർട്ടാണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് സെന്റേഴ്സ് ഉണ്ടാവും. അതിനെയാണ് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് റിഫ്രാക്ടിങ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. ഓരോന്നും ഓരോ സ്പിയറിന്റെ പാർട്ടാണ്. ആ സ്പിയേഴ്സിന് സെന്റേഴ്സ് ഉണ്ടാവും. ആ സെന്റേഴ്സിനെയാണ് നമ്മൾ സെന്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ആൻഡ് ദ ഒപ്റ്റിക് സെന്റർ ഓഫ് എ ലെൻസ്. ഈ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമാജിനറി ലൈൻ ആണ്. ഏതെല്ലാം പോയിന്റിൽ കൂടെ കടന്നു പോകുന്നത്? നമ്മുടെ സെന്റേഴ്സ് ഓഫ് കർവേച്ചറിൽ കൂടെ അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിലൂടെയും കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിം ഞാനൊരു കോൺകേവ് ലെൻസ് കൺസിഡർ ചെയ്യാണ്. ഈ ലെൻസിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ കിട്ടി. അടുത്തതിനെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിന്റെ സെന്റർ ഓഫ് കർവേച്ചറിന് ഇവിടെ കിട്ടി. ഇവിടെയാണ് നമ്മുടെ ഒപ്റ്റിക് സെന്റർ ഉള്ളത്. അപ്പൊ ഈ 3 പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി അപ്പർച്ചർ എന്താ നോക്ക്. അപ്പർച്ചർ എന്ന് പറയുന്നത് ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പർച്ചർ. ലെൻസിന്റെ ഏത് പാർട്ടിലൂടെയാണോ അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടിലൂടെയാണോ ലൈറ്റ് പാസ് ചെയ്യുന്നത് അതിന്റെ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പർച്ചർ. ഒരു ലെൻസിന്റെ ഏതൊക്കെ ഏരിയയിലൂടെയാണോ ലൈറ്റ് പാസ് ചെയ്യുന്നത് ആ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക് സെന്റർ, സെന്റേഴ്സ് ഓഫ് കർവേച്ചർ, ഒപ്റ്റിക് ആക്സിസ്, അപ്പർച്ചർ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതിൽ ഏത് ഫിഗർ ആണ് ഫസ്റ്റ്, കുറച്ച് ഫ്യൂ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഫിഗർ. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഫിഗർ റെപ്രസെന്റ് കോൺവെക്സ് ലെൻസ്. ഇതിൽ ഏതാണ് കോൺവെക്സ് ലെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? വളരെ ക്ലിയർ ആണ്, നമ്മൾ ഇപ്പോഴാണ് പഠിച്ചത് അല്ലെ. ദേ ആർ തിക്കർ അറ്റ് ദ സെന്റർ, തിന്നർ അറ്റ് ദ എഡ്ജസ്. അപ്പൊ ഇവിടെ നോക്കി നോക്ക്, ഏതാണ് തിക്കർ അറ്റ് ദ സെന്റർ ആയിട്ടുള്ളത്? ഇതാണ് തിക്കർ അറ്റ് ദ സെന്റർ ആൻഡ് തിന്നർ അറ്റ് ദ എഡ്ജസ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ആണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വിച്ച് വൺ റെപ്രസെന്റ് കോൺകേവ്? സെക്കൻഡ് വൺ അല്ലേ. കാരണം എന്താണ്, അവരെങ്ങനെയിരിക്കുന്നത്? തിന്നർ അറ്റ് ദ സെന്റർ. സെന്ററിൽ എങ്ങനെയാണ്? തിന്നർ ആയിട്ടാണ് ഇരിക്കുന്നത്. എഡ്ജസ് ആണ് എങ്ങനെ ഇരിക്കുന്നത്? തിക്കർ അറ്റ് ദ എഡ്ജസ്. എഡ്ജസിൽ തിക്കർ ആയിട്ടും ഇരിക്കുന്നത്. അവിടെ എഡ്ജസിൽ തിക്കർ ആയിട്ടും സെന്ററിൽ തിന്നറായിട്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഡു C1 ആൻഡ് C2 ഇൻഡിക്കേറ്റ്? ഇവിടെ C1 ഉം C2 രണ്ട് ഫിഗറിലും C1 ആൻഡ് C2 കൊടുത്തിട്ടുണ്ട്. എന്താ C1 C2 റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസുകൾ ഉണ്ട്, രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് സ്പിയേഴ്സിന്റെ പാർട്ടാണ്, രണ്ട് സ്പിയേഴ്സിനും സെന്റേഴ്സ് ഉണ്ട്. ആ സെന്റേഴ്സിനെയാണ് നമ്മൾ സെന്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ റിഫ്രാക്റ്റിംഗ് സർഫസിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്പിയർ ഇത്, ഈ റിഫ്രാക്റ്റിംഗ് സർഫസിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്പിയർ ഇത്. അവർ രണ്ടുപേരെയും സെന്റേഴ്സ് അല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഇവിടെയും സിമിലർ. അപ്പൊ ആ രണ്ട് C1 C2 എന്ന് പറയുന്നത് എന്താണ്? അതാണ് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇനി വിച്ച് റെഫേഴ്സ് ടു ദ ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? മിഡ് പോയിന്റ് ഓഫ് ദ ലെൻസ് അല്ലേ. ഇവിടെ ലെൻസിന്റെ മിഡ് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, O എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക് സെന്റർ. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, C1 C2 O. ഏതാ? O ആണ് ആൻസർ. ഇനി വിച്ച് റെപ്രസെന്റ് ദ ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസ് ഏതാ? നമ്മൾ പറഞ്ഞു C1 C2 O എന്ന് പറഞ്ഞ 3 പോയിന്റ്സിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഇമാജിനറി ലൈൻ ആണ് ആര്? നമ്മളുടെ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒരു എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടേമിനെ പറ്റി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. ഇവിടെ ഒരു ലൈറ്റ് റേ ഇങ്ങനെ കടന്നു പോയിട്ട് അതിന്റെ നേച്ചർ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കുക, ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് വരാണ്. അവർ നമ്മുടെ കോൺവെക്സ് ലെൻസിലൂടെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് റേസ് കടന്നു പോവാണ്. എന്നിട്ട് അവർ എവിടെയാണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എല്ലാം കൂടെ ചേർന്ന് വന്ന് കൂടിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം, കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. റിഫ്രാക്ഷൻ കഴിഞ്ഞതാ, ലൈറ്റ് റേ വന്നു, ലെൻസിൽ വെച്ചിട്ട് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു, ബെൻഡ് ചെയ്തു, ഇങ്ങനെ പോയി. രണ്ടാമത്തെ ലൈറ്റ് റേ വന്നു, റിഫ്രാക്ഷൻ സംഭവിച്ചു, ബെൻഡ് ചെയ്ത് ആ സെയിം പോയിന്റിൽ കൂടെ കടന്നുപോയി. അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ റേസും റിഫ്രാക്ഷൻ, ലെൻസിൽ റിഫ്രാക്ഷന് ശേഷം എങ്ങനെ പോവാണ്? ആ പെർട്ടിക്കുലർ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്ത് പോവാണ് അല്ലെ, കൺവേർട്ട് ചെയ്ത് പോവാണ് അല്ലേ. അപ്പോ ആ പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഒപ്റ്റിക് ആക്സിസിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. സോ ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് കോൺവെക്സ് ലെൻസുമായി ഇൻസിഡന്റ് ആയിട്ട് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ മറ്റേ സൈഡിൽ, ഈ സൈഡിലുള്ള എഫിലാണോ കൺവേർജ് ചെയ്തിട്ടുള്ളത്? അല്ല, ലെൻസിന്റെ അപ്പുറത്തെ സൈഡിലുള്ള എഫില് പോയിട്ട് എന്ത് ചെയ്യാണ്? ഒപ്റ്റിക് ആക്സിസിലുള്ള എഫിൽ പോയിട്ട്, അല്ല, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ട് കൺവേർജ് ചെയ്യാണ്. റൈറ്റ്. അപ്പോ ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ലെൻസിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് ദ പോയിന്റ് ഇസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഇനി ഇവിടെ നിങ്ങൾക്കൊരു എക്സ്പെരിമെന്റ് കാണാം. ഈ കൊച്ച് ആ അകലെയുള്ള മരത്തിനെ ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് ഒരു സ്ക്രീനിൽ ഫോക്കസ് ചെയ്തു. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ എങ്ങനെയാ അത് ചെയ്തിട്ടുണ്ടാവുക? ഈ ലെൻസിനെ ഇങ്ങനെ മൂവ് ചെയ്തു, സ്ക്രീൻ ഫിക്സ് ചെയ്ത് വെച്ചു. ഈ ലെൻസിനെ കുറിച്ച് മൂവ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ ഇമേജ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ ലെൻസും അതുപോലെ തന്നെ ഈ
നമ്മളുടെ ഇമേജും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ലെൻസിനെ ഒരു സ്റ്റാൻഡിൽ വെക്കുക, ഒരു സ്ക്രീനിൽ വെക്കുക, എന്നിട്ട് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ലെൻസ് ഉപയോഗിച്ചിട്ട് ആ സ്ക്രീനിൽ ഫോക്കസ് ചെയ്യിക്കാൻ ശ്രമിക്കാം. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ആ ഇമേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ സ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ചപ്പോഴാണ് കാണാൻ പറ്റി, ഇവിടെ വെച്ചപ്പോൾ കാണാൻ പറ്റിയില്ല, ഇവിടെ വെച്ചപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ ഈ പോയിന്റിൽ ലെൻസ് ഇരിക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടി. അപ്പോൾ ആ ലെൻസും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. The focal length is the distance from the optic center to the lens, optic center of the lens to the principal focus. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഇതെങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ മറ്റേ കേസിൽ പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസും അതുപോലെ തന്നെ നമ്മളുടെ ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഒപ്റ്റിക് സെന്റർ, ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററും പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺവെക്സിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് കോൺകേവിന്റെ കേസിൽ എന്ത് തന്നെ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാം. എങ്ങനെയാണ്? പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ അവര് റിഫ്രാക്ഷന് ശേഷം പല വഴിക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു. നമ്മൾ നേരത്തെ പഠിച്ചു കോൺകേവ് ലെൻസസ് ആ ഡൈവേർജിങ് ലെൻസസ് എന്നല്ലേ. അപ്പൊ പല വഴിക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു. പക്ഷേ അവരെല്ലാവരും ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഒപ്റ്റിക് ആക്സിസിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെയൊന്നും അല്ല പോയത്, അവരിങ്ങനെ വന്നു ഡൈവേർജ് ചെയ്ത് പോയി. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവരെല്ലാവരും ഒരൊറ്റ പോയിന്റ് നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നി. ഡൈവേർജ് ചെയ്ത് പോകുന്ന എല്ലാവരും കൂടെ ഒരൊറ്റ പോയിന്റ് നിന്ന് വരുന്നതായിട്ട് തോന്നി, ഒരു പോയിന്റ് നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നി. ഓക്കെ, ആ പോയിന്റിനെയാണ് നമ്മൾ ഒരു കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിച്ചത്. ആ ഫോക്കസ് എവിടെയാണ് ഇരിക്കുന്നതെന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് സൈഡിലാണ്? നമ്മുടെ ലൈറ്റ് റേസ് വരുന്ന സെയിം സൈഡിലാണ് അല്ലേ. അപ്പൊ ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ appear to diverge from a point on the optic axis on the same side of the lens. സെയിം സൈഡാണ്, ലെൻസിന്റെ സെയിം സൈഡിലാണ്. അവിടെയുള്ള ഒപ്റ്റിക് ആക്സിസിൽ ഒരു പോയിന്റിലാണ് എല്ലാവരും കൂടെ അവിടെ ആ പോയിന്റിൽ നിന്നാണ് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നിയത്. അപ്പൊ ആ പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ ഒരു കോൺകേവ് ലെൻസിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ ഈ വശത്തായിട്ടാണ്, ഓക്കെ, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എല്ലാ റൈസും ഡൈവേർജ് ചെയ്ത് പോകുന്ന പോയിന്റ് ആയിട്ട് നമുക്ക് തോന്നിയത്. ഒരു കോൺവെക്സിന്റെ കേസിൽ എങ്ങനെയാ? റൈറ്റ് സൈഡിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് എഫ് എന്ന് പറയുന്ന സൈഡിലാണ് എന്ത് ചെയ്തത്? എല്ലാവരും കൂടെ നമുക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട് തോന്നിയത്. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങളും കൂടെ പഠിച്ചാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജസ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ട്രീനെ ആ കൊച്ച് ഒരു സ്ക്രീനിൽ ഇമേജ് പതിപ്പിച്ചല്ലേ, ഒരു സ്ക്രീൻ വെച്ചിട്ട് ആ സ്ക്രീനിൽ നമുക്ക് ഇമേജ് കിട്ടി അല്ലേ. അപ്പൊ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഇമേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേ ആർ കോൾഡ് ആസ് റിയൽ ഇമേജസ്. അങ്ങനെയുള്ള ഇമേജസിനെയാണ് നമ്മൾ റിയൽ ഇമേജസ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ്: ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഇമേജസ്, അതുപോലെ തന്നെ സിനിമ സ്ക്രീനിൽ നമുക്ക് കിട്ടുന്ന ഇമേജസ് ഒക്കെ എങ്ങനെയാണ്? ദേ ആർ റിയൽ ഇമേജസ്. കാരണം നമുക്കൊരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു സ്ക്രീനിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത ഇമേജസിനെയാണ് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഒരു സ്ക്രീനിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് വെർച്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണുന്നത്, അതൊരു സ്ക്രീനിലല്ല, പക്ഷെ നമുക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. അന്നൊരു സ്ക്രീനിലേക്ക് അതിനാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ അങ്ങനെയുള്ള ഇമേജസിനെയാണ് വെർച്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, പിന്നെ അതിന്റെ കുറച്ച് ടേംസ് ആണ്: സെന്റേഴ്സ് ഓഫ് കർവേച്ചർ, ഒപ്റ്റിക് സെന്റർ, ഒപ്റ്റിക് ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, അപ്പർച്ചർ, പിന്നെ റിയൽ ഇമേജസ് എന്താണ്, വെർച്വൽ ഇമേജസ് എന്താണ്, ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാം എന്നുള്ള ടേംസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്. താങ്ക് യു.